പെണ്ണുകാണൽ ചടങ്ങ് തൊട്ട് അവിടുന്ന് അങ്ങോട്ട് എല്ലാ തോന്നിവാസങ്ങളും. നിങ്ങളുടെ കാസർഗോഡ് ജില്ലയാണ് ഇതിന്റെയൊക്കെ ഉദ്ഘാടകന്മാരെന്നാണ് എല്ലാ നാട്ടുകാരും നിങ്ങളെ കുറിച്ച് പറയുന്നത്. ശരിയാണോ എന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. എല്ലാ തോന്നിവാസങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് കാസർകോട്ടെ കല്യാണക്കാരാണെന്നാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഫാനിൽ മുളക് പൊടി വെതറിയിട്ട് പോയി സ്വിച്ചിട്ടു. പുതിയാപ്പളയുടെ ഒപ്പം വന്ന ചെക്കന്മാര് പെണ്ണീട്ടിൽ വന്ന് ഫാനിൽ മുളക് പൊടി വിതറിയിട്ട് ഫാനിന്റെ സ്വിച്ച് അങ്ങ് ഓണാക്കിയപ്പോ എല്ലാവരുടെ കണ്ണിലും മുളക് പൊടി. പൊതിരെ തല്ല് കിട്ടിയ വാർത്തയും അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാണ്. ഇങ്ങനെ കിട്ടുമ്പോ കുറെ എണ്ണത്തിന് മാറ്റുണ്ടാകും. പക്ഷെ അതൊന്നും ശരിയല്ലല്ലോ. അതൊക്കെ ഇപ്പൊ എത്ര സ്ഥലത്ത് നടക്കും? അതൊക്കെ നടക്കുമോ? അതേപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാര് വലിയ പടക്കം പൊട്ടിക്കുക, ഭാര്യയുടെ ആൾക്കാരും പടക്കം പൊട്ടിക്കുക, ഭയങ്കര ഗുണ്ടുകൾ പൊട്ടിക്കുക. ഒരു കുട്ടി അബോധാവസ്ഥയിലായി, ഒരു കൊച്ചുകുട്ടി അബോധാവസ്ഥയിലായി. കുട്ടി വായ തുറന്നു പിടിക്കുകയാണ്, വായ കൂട്ടുന്നില്ല. കുട്ടിയുടെ ശരീരം വിവരണമായി, കുട്ടിക്ക് ബോധം നശിച്ചു, കണ്ണു തുറിച്ചു. എന്റെ പടക്കം പൊട്ടിയ ശബ്ദം കേട്ടപ്പോ പോയി പറഞ്ഞത്രേ കല്യാണ വീട്ടിൽ അയൽക്കാരനാണ്, പിന്നെ പടക്കം പൊട്ടിക്കല്ലേ, കുട്ടി പേടിക്കുന്നുണ്ട്. അത് പറഞ്ഞ് കേൾക്കാതെ പിറ്റേന്നും പൊട്ടിച്ചു. കുട്ടി ഹോസ്പിറ്റലിലായി എന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ? എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ആടിപ്പാടി തിമർക്കാനുള്ളതാണോ കല്യാണ വേദികൾ? റോഡുകൾ ബ്ലോക്കാക്കി JCBയിൽ പുതിയാപ്പിളയെ കൊണ്ടുപോയി എത്രത്തോളം കക്കൂസിന്റെ മോഡലിൽ വരെ ഐസ്ക്രീം തീറ്റിച്ച ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, പടക്കം പൊട്ടിക്കലുകൾ, ശരീര പ്രദർശനങ്ങൾ, കുതിരപ്പുറത്തുള്ള വരവ്, ഒട്ടകപ്പുറത്തുള്ള വരവ്, റോഡ് ബ്ലോക്കാക്കൽ, അന്യന്റെ മുതൽ നശിപ്പിക്കൽ, അടിപിടികൾ, കോപ്രായങ്ങൾ. എന്തൊക്കെയാ മുസ്ലിം ഉമ്മത്തെ ഈ വിവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്? പല നാടുകളുടെ പേരിലുള്ള സംഗീത നിശകൾ. കല്യാണത്തിന്റെ തലേന്ന് അറേബ്യൻ നൈറ്റ്, അന്നെല്ലാവരും അറബി വേഷം, എല്ലാവരും അറബി മ്യൂസിക്, പിറ്റേന്ന് പഞ്ചാബി നൈറ്റ്, പിറ്റേന്ന് പാകിസ്ഥാനി നൈറ്റ്, പിറ്റേന്ന് ഉറുദു നൈറ്റ്. ഇങ്ങനെ ഒരുപാട് സംഗീത രാവുകൾ. അതുപോലെ തന്നെ ഒരുപാട് പേരിൽ പല കളറിൽ വസ്ത്രങ്ങൾ ധരിച്ച് തുള്ളിച്ചാടി ലഹരിയുടെയും മയക്കുമരുന്നുകളുടെയും അതേപോലെയുള്ള തോന്നിവാസങ്ങളുടെയും പേക്കൂത്തുകളായി മാറുന്നു വിവാഹത്തിന്റെ ദിനങ്ങൾ. ചോദിച്ചാ പറയും അതൊക്കെ കുട്ടികളാണ്, അതൊക്കെ കുട്ടികൾ ചെയ്യാണ്. ആ കുട്ടികളുടെ തന്തയാരടോ? ആ കുട്ടികളുടെ ബാപ്പയാര്? ആ ബാപ്പാക്കുള്ള കടമയല്ലേ മുത്തു മുസ്തഫ പഠിപ്പിച്ചത്? പരലോകത്ത് ചോദ്യമുണ്ടാകുമെന്ന് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ? എന്നിട്ട് മക്കളാന്ന് പറഞ്ഞിട്ട് കൈകെട്ടി ഇങ്ങനെ നോക്കി നിന്നാൽ രക്ഷപ്പെടുമെന്ന് ഉമ്മ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കണക്ക് കൂട്ടുന്നുണ്ടോ? ഖബറിലേക്ക് പോകുമ്പോ ഈ തുള്ളിച്ചാടിയ മോനോ നിങ്ങളുടെ കൂടെ ഖബറിൽ കിടക്കാൻ വരുമോ? നാളെ മഹ്ശറിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ ഈ മക്കൾ നിങ്ങൾക്ക് വക്കാലത്ത് പറയാനുണ്ടാകുമോ? നിങ്ങളെ കാണുമ്പോ അവരോടും വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ പരലോകത്ത് കേസ് കൊടുക്കും. ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങളെ കർശനമായി വിലക്കിയില്ല എന്ന് നിങ്ങൾക്കെതിരെ പരാതിയും കൊടുത്തേക്കും. ഈ വിധത്തിൽ വിവാഹ മാമാങ്കങ്ങൾ, ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, ആണും പെണ്ണും ഒന്നിച്ച് കൂത്താടുകയാണ്, ഡാൻസ് ആടുകയാണ്, പരസ്യമായി കെട്ടിപ്പിടിച്ച് ചുംബനമർപ്പിക്കുകയാണ്. അതൊക്കെ ക്യാമറകൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റയിലും FBകളിലും ഒക്കെ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ പ്രിയമുള്ളവരെ റഹ്മാനായ റബ്ബ് നമ്മുടെ മക്കൾക്ക് ഒരു ഇണയെ തരുന്ന ദിവസം നന്ദിയായി ചെയ്യേണ്ടത്? മാറി ചിന്തിക്കണേ പ്രിയമുള്ളവരെ, മാറി ചിന്തിക്കണം. ഒരു തിന്മയുടെ തുടക്കക്കാരായി നിങ്ങൾ മാറരുത്. നമ്മൾ നന്മയുടെ തുടക്കക്കാരാവണം. നമ്മൾ തുടങ്ങിയ ഒരു തിന്മ ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ അവര് ചെയ്യുന്ന തിന്മകളുടെ ഒക്കെ ഒരു വിഹിതം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ശിക്ഷയായിട്ട് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരാളും ഒരു തിന്മയുടെയും ഉദ്ഘാടകനാവരുത്, ഒരു തിന്മയുടെയും തുടക്കക്കാരായി മാറരുത്. മറിച്ച് നമ്മളെല്ലാവരും നന്മയുടെ തുടക്കക്കാരാകുവാനാണ് ശ്രമിക്കേണ്ടത്.